ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ആര്യ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവോണ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം വെള്ളരിക്കയാണ് വിളവെടുപ്പ് നടത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പച്ചക്കറിയായ തൊണ്ടൻ മുളവെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ തക്കാളി എടുക്കുന്നുണ്ട്. ടെറസിലെ പച്ചക്കറി കൃഷിയാണ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് വഴുതനങ്ങയാണ് വിളവെടുപ്പ് നടത്തുന്നത്. പച്ച നിറത്തിലുള്ള വഴുതനയാണ്, അതൊരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കെടുക്കാം. പിന്നെ വയലറ്റ് കളർ കത്തിരിക്കയും ബ്ലാക്ക് കളർ കത്തിരിക്കയും ഉണ്ട്. ഇത്രയും വലിപ്പമുള്ള കത്തിരിക്ക ആദ്യമായാണ് കായ്ക്കുന്നതെന്ന്. ഇനി തോരാൻ വയ്ക്കാനായിട്ട് വാളരിപ്പയർ വിളവെടുപ്പ് നടത്താം. ഇതെല്ലാം അമ്മയുടെ കൃഷിയാണ്. അമ്മ നന്നായി അതിനെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം പച്ചക്കറികൾ നമുക്ക് ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ സാധിച്ചത്. ഇനി വീട്ടിലെ അമരക്കയും വിളവെടുപ്പ് നടത്തുകയാണ്. അതിനടുത്തായി പച്ചമുളകും ഒക്കെ ഉണ്ട്, അതും വിളവെടുപ്പ് നടത്തി. വീണ്ടും അമരക്കയുടെ അടുത്തോട്ട് പോവുകയാണ്. 2 സ്ഥലത്തായി അമരക്ക നട്ട് വളർത്തിയിട്ടുണ്ട്. ഇനി കോവയ്ക്ക വിളവെടുപ്പാണ്. ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളാണെങ്കിലും അതെല്ലാം നമ്മുടെ വീട്ടിൽ സ്വന്തമായി നട്ട് വളർത്തുക ഓരോരുത്തരും. കോവയ്ക്ക വിളവെടുപ്പ് നടത്തിക്കഴിഞ്ഞ് ഇനി വെണ്ടയ്ക്കയുടെ അടുത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൊമ്പൻ വെണ്ട, സാധാരണ വെണ്ടയും നട്ടു വളർത്തിയിട്ടുണ്ട്. ആദ്യം കൊമ്പൻ വെണ്ടയുടെ വിളവെടുപ്പാണ് നടത്തുന്നത്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. പച്ചക്കറി വഴുതനങ്ങ 3 കോവയ്ക്ക് എത്രയേ ഉള്ളൂ. ടൊമാറ്റോ ഉണ്ട് 3. പിന്നെ തൊണ്ടമുളക്, പച്ചമുളക്, വെള്ളരിക്ക
പിന്നെ 2 തോരൻ, വാളരിപ്പയർ. ഇത്രയാണ് നമ്മളെ കൃഷി.